ഫേക്ക് നാറ്റീവ്സ് ഇപ്പോൾ അതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ടോപ്പിക്. എല്ലാവരും അഭിപ്രായങ്ങൾ പറയും, നിങ്ങളുടെ വീഡിയോ റീച്ച് ആവും. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ വീഡിയോ റീച്ച് ആയിക്കോട്ടെ. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഫേക്ക് നാറ്റീവ്സിനെ കുറിച്ചല്ല. ഈ ഫേക്ക് നാറ്റീവ്സിനെ വീഡിയോ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ചൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറിച്ചാണ്. ഇത് തുടങ്ങിയത് ഏകദേശം ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഒരു ഫേക്ക് നാറ്റീവ്സിനെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴായിരിക്കും തുടങ്ങിയത്. ഞാൻ ആരാ എന്താണെന്നൊന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ, ഫേക്ക് നാറ്റുകൾ ഐസിൻ്റെ തട്ടേ കയറി കപ്പടിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു. ഇതെല്ലാം തുടങ്ങുന്നത് ഇഷാൻ താക്കൂർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനെ ICN ബാൻ ചെയ്തവർ തൊട്ടാണ്. ഇഷാനെ വെച്ചിട്ട് അവിടെ ഉള്ള എല്ലാ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും വീഡിയോ ചെയ്തു. അവർക്ക് റീച്ച് കിട്ടി തുടങ്ങി. ഈ സെയിം സാധനം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് ഒരു കോൺട്രവേഴ്സി നമ്മുടെ നാട്ടിലോട്ടും കൂടി ഇട്ട് കൊടുത്തുകൂടാ? സെയിം സാധനം പ്ലോട്ട് ചെയ്ത് കേരളത്തിലോട്ടും ഉള്ള പിള്ളേരുടെ മണ്ടക്കോട്ട് ഇട്ട്. ICN ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഷോയാണ്. ആ ICNൽ ലൈനപ്പിൽ വരുന്ന ആരെ കണ്ടാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഷോസുമായിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടല്ല. ദറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ലെവൽ. ആ ഒരു കണ്ടീഷനിങ്ങും സ്റ്റേജ് പ്രസൻസും ഒക്കെ ICN പോലത്തെ ഒരു ഷോസിൻ്റെ ആ ഒരു സെയിം ലെവലിലോട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്ന റീസെൻ്റ് നടക്കുന്ന സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത WNBF വരാൻ പോകുന്നു. ഈ WNBFനകത്തും പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അവിടെ വരുന്ന അത്ലറ്റ്സിൻ്റെ കണ്ടീഷൻ എന്താണ്. അവരും നാച്ചുറലി പ്രൊക്ലെയിം ചെയ്ത് പല പല ടെസ്റ്റുകളും ചെയ്ത് പോളിയോഗ്രാഫി ടെസ്റ്റും ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് WNBF ഷോസൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നിങ്ങൾ കണ്ടീഷൻ കണ്ടിട്ട് നിങ്ങൾ പറ, അവിടെ നിൽക്കുന്ന അത്ലറ്റ്സിൻ്റെ കണ്ടീഷൻ്റെയും സൈസിൻ്റെയും 1/3 ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ നടന്ന ആൾക്കാരുടെ കണ്ടീഷനും ഈ സൈസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിടുന്നവരെല്ലാം ആരും ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു. ചില ബോഡി ബിൽഡേഴ്സ് ഇടുന്നത് ഞാൻ കണ്ടു, കുറച്ച് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഇടുന്നത് ഞാൻ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഇവർക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് നാച്ചുറലി ചെയ്തതാണോ അല്ലേ എന്നുള്ളത്. പണ്ട് നമ്മുടെ നാട്ടിൽ നാച്ചുറൽ ബോഡി ബിൽഡിങ് സംഭവം ഇല്ല. കഴിഞ്ഞ 2 കൊല്ലമായിട്ടാണെന്ന് തോന്നുന്നു നാച്ചുറൽ ബിൽഡിങ് എക്സ്പോസ്ഡ് ആവുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ഫെഡറേഷൻസ് നാച്ചുറൽ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻസും വരുന്നുണ്ട്. പണ്ട് PDC ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ ഇന്ന ടോപ്പിക്കിൽ എടുത്തിരുന്നില്ല. കാരണം അറിഞ്ഞോ അറിയാതെയോ പണ്ട് ചെയ്തിട്ടുള്ളവരുണ്ട്, കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി എടുത്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ നാച്ചുറലി അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, പുതിയ നാച്ചുറൽ അത്ലറ്റ്സ് വരുന്നു. അതിനകത്ത് ഫേക്ക് നാറ്റീവ്സ് പണ്ടത്തെ ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പകുതി ആൾക്കാരും ഇപ്പോഴും നോർമൽ ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്റ്റേജിൽ മാക്സിമം ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്. ഒരുപാട് മിസ്റ്റേക്സ് ഇപ്പോഴും പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഭൂരിഭാഗം പേരും പീക്ക് വീക്ക് ചെയ്യുന്നത്, ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ് ഷോയ്ക്ക് വേണ്ടി പീക്ക് വീക്ക് ചെയ്യുന്നത് വാട്ടർ കട്ടിയും സോഡിയം കട്ടിയിൽ വരും. അത്യാവശ്യം നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, പ്രെപ്പിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, പീക്ക് വീക്കിൽ വാട്ടർ കട്ടിങ് സോഡിയം കട്ടിങ് എന്ന് പറയുന്ന സാധനം നാച്ചുറൽ അത്ലറ്റിനെ വെച്ച് ദ വേസ്റ്റ് സിറ്റുവേഷനാണ്. കാരണം നമുക്കുള്ള മസിൽ വോളിയം ഏറ്റവും കൂടുതൽ ഡെഫിനേഷനായിട്ട് ഫുള്ളറായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഒരു നാച്ചുറൽ ബോഡി ബിൽഡർ അത്ലറ്റിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ വാട്ടർ കട്ടും സോഡിയം കട്ടും കാരണം അത് നഷ്ടപ്പെട്ടിരിക്കുക. ഓൾറെഡി ബോഡിയിലുള്ള വാട്ടറും കൂടി ഷ്രിങ്ക് ചെയ്ത് കളയുക. നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ നമുക്ക് സ്റ്റേജിൽ കിട്ടണമെന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയ ഒരു കാര്യം പറയാം, ആദ്യമേ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും, എല്ലാവരെയും നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളെക്കാളും അവർ ബെറ്ററായി, ഇനി നിങ്ങൾക്ക് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അവരെ തള്ളിയിടാൻ ശ്രമിക്കുക. ഇത് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോമ്പറ്റീഷൻ വന്നവരെല്ലാവരെയും, മിസ്റ്റർ കേരള ഡെക്കാത്തലോണിൻ്റെ കോമ്പറ്റീഷൻ വന്ന എല്ലാവരെയും വിമർശിച്ചാണ് ഇടുന്നത്. ആ സ്റ്റേജിൽ നാച്ചുറൽ ആരൊക്കെയാണ്, നാച്ചുറൽ അല്ലാത്ത ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും പറ്റത്തില്ല. ഫെഡറേഷൻ തെളിയിച്ചിട്ടില്ല. തെളിയിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് പ്രൂഫ് എക്സ്പോസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ചോറാണ് തിന്നുന്നത്, നിങ്ങൾക്കത് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാകത്തില്ല. കുറേ പേര് ഞാൻ പറയുന്നത് കേട്ടോ, ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് കണ്ടാൽ മനസ്സിലാവും ആരൊക്കെയാണ് എൻഹാൻസ്ഡ്, ആരൊക്കെയാണ് എൻഹാൻസ്ഡ് അല്ലാത്തത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല, ടെസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇവരെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കണം ഈ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പണ്ട് ഇവരെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അറിവുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സ്പോസ് ചെയ്യും. നിങ്ങൾ അവരെ പേരെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തെന്ന് പറഞ്ഞ് തെളിവുമായിട്ട് പോകാം.
തെളിവില്ലാതെ ഒരു കോൺസ്പിറസി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലിൽ പിടിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഷോസ് ചെയ്യുന്ന എല്ലാവരും ഇത് എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ട് വന്നിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം ഞാൻ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മസിൽ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ പഠിച്ച് എനിക്ക് അടുത്ത വർഷം ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ബോഡി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കണക്കായിരിക്കത്തില്ല ഇപ്രാവശ്യം ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടായിരിക്കുക. ബിക്കോസ് ഞാൻ അവിടെ പഠിച്ച് എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നതെല്ലാം മാറ്റി റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ അടുത്തൊരു സ്റ്റേജിൽ കയറാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം ആ സമയത്ത് നിങ്ങളിപ്പോൾ എൻ്റെ കട്ടിങ് സീസണിൽ വന്നിട്ട് എൻ്റെ ഡെഫിനിഷനും വോളിയവും കണ്ടിട്ട് ഞാനിത് ഏതാണ്ട് സൈക്കിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ട് വന്ന് സ്റ്റേജിൽ കയറുമെന്ന് നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു ആലിഗേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടായിരിക്കണം. പറയാൻ പറ്റുമോ ആർക്കും? അലിഗേഷൻ തന്നെന്ന് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടായിരിക്കും. സോളിഡ് പ്രൂഫ് കൊണ്ട് നിങ്ങൾ ആരെ വെച്ച് വേണമെങ്കിൽ വീഡിയോ ഉണ്ടാക്കിയോ, പേരെടുത്ത് പറഞ്ഞ് വേണമെങ്കിൽ വീഡിയോ ഉണ്ടാക്കിയോ, ഇതൊക്കെയാണ് പ്രൂഫ്. പ്രൂഫ് വെച്ച് കാണിക്കുന്ന എത്രയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം പ്രൂഫ് ഉണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പ്രൂഫും ഇല്ലാതെ ജസ്റ്റ് ഒരു അസംഷൻ്റെ പേരും പറഞ്ഞാൽ ആരും ചെയ്യാറില്ല. എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് എന്നല്ല പറഞ്ഞാൽ നല്ല രീതിയിൽ മെഡിസിൻസും ഒക്കെ ചെയ്ത് കട്ടിങ്ങിൻ്റെ സമയത്തൊരു സൈക്കിള്, ബൾക്കിങ്ങിൻ്റെ സമയത്തൊരു സൈക്കിള്, ഇതെല്ലാം ചെയ്തിട്ട് അതൊരു വേറെ ടൈപ്പ് ഓഫ് ബോഡി ബിൽഡിംഗ് ആണ്. അതിനകത്ത് ഞാൻ ആരും കുറ്റം പറയുന്നില്ല. അവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ബോഡി ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ബോഡി ബിൽഡിംഗ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എല്ലാം ബോഡി ബിൽഡേഴ്സിനെയാണ്. കാരണം ലൈഫ് വെച്ച് അവർ എൻഹാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് വെച്ച് അവരുടെ ലൈഫ് ഒരു ബാലൻസ് പോലെ കൊണ്ടുപോയിട്ടാണ് അവർ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അത് റെസ്പെക്ട്, അത്രയും എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഈസ് ആൾസോ പോസിബിൾ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഈസ് ആൾസോ പോസിബിൾ. അത് നമുക്കൊരു ലെവലുണ്ട്. നമ്മുടെ നാച്ചുറൽ ഫിസിക്ക് നമുക്കൊരു പീക്ക് വരെ എത്തിക്കാൻ പറ്റും. ആ പീക്കിൽ എത്തിക്കാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ ഇപ്പോഴും പീക്കിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബാക്കിയുള്ളവരുടെ ബോഡി കാണുമ്പോൾ ഇത് നാച്ചുറലി പോസിബിൾ ആണോ എന്നൊരു തോന്നൽ വരുന്നത്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ സെൽഫ് ഫിസിക്കിനെ ആ ഒരു പീക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച് നോക്കും. 2 വർഷം മുമ്പ് എന്നോട് നിങ്ങൾ ചോദിക്കുവാണ് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പറയും ചിലപ്പം ഇല്ല, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇതണക്ക് ആൾക്കാരെ എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് വന്ന് ചെയ്തുകൊണ്ടിരുന്നു എന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം മാറി. കാരണം ഞാൻ ഇതിനകത്തോടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നർ ഡെപ്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ബോഡി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതെന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ബോഡിയിൽ ഈ പറഞ്ഞിട്ടുള്ള കേട്ടറിവുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ സൈക്കിൾസ് ഉപയോഗിക്കുന്ന കാര്യമല്ല പറയുന്നത്. പ്രൗഡ് ലൈഫ് ടൈം നാറ്റി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ബോഡിയിൽ ഒറ്റൊരു സാധനം ഇത് ഇഞ്ചെക്ട് ചെയ്യേണ്ട അവസ്ഥ വന്നാലോ അല്ലെങ്കിൽ ഒരു ഓറൽസ് കഴിക്കേണ്ട അവസ്ഥ വന്നാലോ പരിപാടി ഞാൻ ഇന്ന് നിർത്തിയിട്ട് പോകും. കാരണം ചെറുക്കൻ വന്ന് ചോദിക്കാൻ ചേട്ടൻ നാറ്റിയാണോ, ചേട്ടൻ നാറ്റി ഇത് വെച്ച് പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നു ഓക്കെ മോനെ നിനക്ക് പറ്റും എന്ന് പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പം ഞാൻ റെഡിയാക്കുന്ന പിള്ളേർക്ക് എന്നേക്കാളും മസിൽ ഡെഫിനിഷൻ ഉണ്ടാവാം, എന്നേക്കാളും മസിൽ റെസ്പോൺസ് ഉണ്ടാവാം, അവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവും. ഇതെല്ലാം അവരുടെ ജെനറ്റിക്സും അവരുടെ വർക്കൗട്ട് റൊട്ടീനും അവരുടെ ഡെഡിക്കേഷനും അവരുടെ റിക്കവറിയും ഇതെല്ലാം വെച്ചിട്ടാണ് വരുന്നത്. ഒരാളുടെ ബോഡി മറ്റൊരാളുടെ ബോഡിയും റെസ്പോണ്ട് ചെയ്യുന്ന ഒരേ രീതിയിലല്ല. ഈവൻ ദോ ദ കണ്ടീഷൻസ് ആർ ദ സെയിം. അത് നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ പീക്കിലോട്ട് എത്താൻ പറ്റത്തില്ല. എൻഹാൻസ് ബോഡി ബിൽഡേഴ്സ് ആണെങ്കിൽ പോലും അവർക്കിത് മനസ്സിലാവും. നിങ്ങൾ ഒരേ സൈക്കിൾ തന്നെ കൊടുക്കുകയാണ് 2 പേർ. ഒരാളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്ന കണക്കായിരിക്കത്തില്ല മറ്റൊരാളുടെ ബോഡി സെയിം സൈക്കിൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. 2 പേരും ഡെഫിനിഷൻ വ്യത്യാസമായിരിക്കും. 2 പേരും ചെയ്യുന്ന ഹാർഡ് വർക്കും സെയിം ആയിരിക്കും. പക്ഷേ ചില വ്യത്യാസങ്ങൾ വരും. അത് ജെനറ്റിക്കലി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിസിക്കലി അത് നമ്മുടെ സിമിട്രി വെച്ചിട്ട് അത് മാറി വരുന്നത് അങ്ങനെയാണ്. സൈസ് ഡിഫറൻസ് അത് കണക്കാണ്. ഇപ്പം ഈ ഒളിമ്പ്യൻ ലൈനപ്പിലുള്ള ആൾക്കാരുടെ സെയിം ഡെഫിനിഷൻ അല്ല നമ്മുടെ ഇന്ത്യയിൽ മിസ്റ്റർ ഇന്ത്യ നടക്കുന്ന ആൾക്കാരുടെ ഡെഫിനിഷൻ, വോളിയം ഇതെല്ലാം വേറെയാണ്. അതേപോലെ തന്നെയാണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ. കാരണം ഈ വരുന്ന മാസം WNBF ഷോ നടക്കാൻ പോകുന്നു. ഇന്ത്യയിലുള്ള മിക്കുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ പോട്ട് നാച്ചുറൽ എന്ന് പ്രൊക്ലെയിം ചെയ്യുന്ന എല്ലാ അത്ലറ്റ്സും ആ WNBF ഷോയ്ക്കകത്തും കാണും. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുടെ ഡെഫിനിഷൻ സൈസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കും. സോ വെൻ യു ആർ ക്ലെയിമിങ് ദാറ്റ് സമ്മൺ ഈസ് നോട്ട് 90, അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് സംതിങ് ടു പ്രൂവ്. ഇല്ലാതെ വെറുതെ കിടന്ന് കമൻറ്റ് സെക്ഷനിൽ കിടന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് ടാഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് തറയടിക്കാൻ നോക്കിയിട്ടോ ഷെയിം ചെയ്യാൻ നോക്കിയിട്ടോ കാര്യമില്ല. പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോ ചെയ്ത ഒരാൾ ഇത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റീച്ചിന് വേണ്ടി തന്നെ, വേറെ ഒന്നിനുമില്ല, റീച്ചിന് വേണ്ടി തന്നെ. കാരണം ഒരു സിലബസ് പഠിച്ച് ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്ങിൻ്റെ സാധനം എടുത്തൊരാൾ ആ സിലബസിലുള്ള സാധനം
അതേ കണക്ക് കണ്ടൻറ് ആയിട്ട് ചെയ്ത് കുറച്ച് റീച്ച് കിട്ടി. എന്നാൽ ഈ ഒരാൾ സ്വന്തം ബോഡി സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ. കുറച്ച് നാൾ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നത്, കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ചേഞ്ചസ് വന്നു തുടങ്ങി. ആ ചേഞ്ചസ് വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് കളിക്കുന്ന കളി ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ ഇടുക. വീഡിയോ ഇടുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇതുവരെ ഞാൻ അയാളുടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ വീഡിയോസ് എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓക്കെ, ആൾക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഈ ഒരു ടോപ്പിക് വന്നപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ അവർ ചെയ്യുന്ന രീതി അങ്ങ് മാറി. പുള്ളിക്കാരൻ പ്രൊക്ലെയിം ചെയ്യുകയാണ് ഇവരെല്ലാം ഫേക്ക് നാറ്റീസാണ്, അടിച്ചവരെല്ലാം ഫേക്ക് നാറ്റീസാണ്. ഞാൻ ചോദിച്ചു, പേഴ്സണലി ഞാൻ ചോദിച്ചു, ലൈക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതെല്ലാം ഉടനെ വരും, തെളിവ് വരും. ഓക്കെ, തെളിവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ തെളിവിടണം. നമ്മളിങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ തെളിവിടണം. തെളിവിടുവാണെങ്കിൽ നമ്മുടെ നാറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ വരുന്ന സ്റ്റേജ് ഷോസിനകത്തോട്ട് ഫെഡറേഷൻ ആൾക്കാർക്ക് അത് മനസ്സിലാക്കി അവരെ ബാൻ ചെയ്യാനോ അവരെ അടുത്ത സ്റ്റേജിലേക്ക് ഇറക്കാതിരിക്കാനോ അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ തെളിവിടുക, എക്സ്പോസ് ചെയ്യുക. എക്സ്പോസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പേര് മാത്രം വെച്ചുകൊണ്ടിരുന്ന അസെപ്ഷൻ വെച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ വെൻ യു ഹാവ് സംതിങ്, നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി. സോ എനിക്കിത് പറയണമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഫിറ്റ്നസ് ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാവർക്കും വരുന്ന ചോദ്യങ്ങളാണ് ഇത്. നാച്ചുറലി പോസിബിൾ ആണ്. നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രോട്ടോകോൾസ് വ്യത്യാസമാണെന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം അതാണ്. നിങ്ങൾ ഈ എൻഹാൻസ് ബോഡി ബിൽഡർ ഷോസിൻ്റെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പ്രോട്ടോകോൾസിൽ പല കാര്യങ്ങളുടെയും കൂടുതൽ ടൈം എടുത്തിട്ടാണ് ഒരു നാച്ചുറൽ ബോഡി ബിൽഡർ അത്ലറ്റ് ശരിയാവുന്നത്. ലൈക്ക് ഒരു കട്ടിങ് ടൈമിൽ പോലും എൻഹാൻസ് ബോഡി ബിൽഡേഴ്സിന് ഏകദേശം എത്ര മാസം എടുക്കും? എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല, എന്നാലും ഒരു 3-4 മാസം. അതായിരിക്കും നിങ്ങളുടെ കട്ടിങ് ടൈം. നിങ്ങളും കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡയറ്റ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഒരു നാച്ചുറൽ ബോഡി ബിൽഡറിന് ഏകദേശം 6 to 7 മാസം എടുക്കും ഒരു കട്ടിങ് സീസൺ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യും. കാരണം നമുക്ക് ഇതിനിടയ്ക്ക് ഒരു മെഡിസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡി തന്നെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ റിക്കവറി ആയാലും അതിനകത്ത് എനർജി വരുന്നതായാലും മസിലിൽ ലോസ് ആവാതെ നോക്കുന്നതായാലും എല്ലാം ബോഡി തന്നെ ചെയ്യണം. അപ്പം ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മസിൽ വോളിയം വളരെ വലുതായിട്ട് നിൽക്കുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഫേക്ക് നാറ്റീസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം ഈ മാർക്കറ്റിംഗ് സ്റ്റണ്ടിന് വേണ്ടി ചെയ്യുന്ന ഫേക്ക് നാറ്റീസാണ് കൂടുതൽ ആൾക്കാർ. ബോഡി ബിൽഡിംഗ് ഷോ ചെയ്യാൻ വേണ്ടി ഫേക്ക് നാറ്റീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം വരും. പിന്നെ ഈ ഫേക്ക് നാറ്റി എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി പകുതി ആൾക്കാരും, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പല ആൾക്കാരും ഫേക്ക് നാറ്റി എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി വന്ന് ഷോ ചെയ്ത് ആ ഷോയ്ക്കകത്ത് അവർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഫേക്ക് നാറ്റി അല്ലെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതയും കണ്ടിട്ടുണ്ട്. അതാണ് ഇഷാൻ താക്കൂറിൻ്റെയൊക്കെ പരിപാടിക്ക് പറ്റിയത്. കാരണം പുള്ളിക്കാരന് അലിഗേഷൻസ് നേരത്തെ ഉള്ളതാണ്, ഇത് ഫേക്ക് നാറ്റിയാണെന്നൊക്കെ ഉള്ളത്. വർഷങ്ങളായിട്ട് അലിഗേഷൻസ് ഉള്ള കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ വന്ന് ഐസിയും ചെയ്തു, ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അത് സെൽഫ് പ്രൊക്ലെയിം ചെയ്തു, ഇതെൻ്റെ ഞാൻ ഐസിയും ഷോ ചെയ്തു, ഞാൻ നാച്ചുറലാണ്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഈ വീഡിയോ ചെയ്തവരില്ലാത്ത ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്. ആ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് എല്ലാം ഫേക്ക് ഫിറ്റ്നസ് ട്രെയിനേഴ്സാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ പറയും, നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് പറയത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നാച്ചുറലായിട്ട് കഷ്ടപ്പെട്ട് സ്റ്റേജ് ചെയ്യുന്ന പിള്ളേർക്ക് നിങ്ങൾ എൻഹാൻസ് എന്ന് വിളിച്ചാൽ ഒരു കുലുക്കം ഉണ്ടാകത്തില്ല. കാരണം അവർ പ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരെയും അവർക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരെ മനസാക്ഷിനെ മാത്രം നോക്കിയാൽ മതി, അത് മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാനൊരു സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് എന്നെ ഫേക്ക് നാറ്റി എന്ന് വിളിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് ഞാൻ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടായിരുന്നാൽ മതി. വേറെ ഗിൽറ്റ് ഫീലോ കാര്യങ്ങളോ ഒന്നും വരാതെ നിങ്ങൾക്ക് പ്രൗഡായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. വേറെ ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റേജസ്, ഫെഡറേഷനും കാര്യങ്ങളൊക്കെ പകുതിയുള്ള സ്റ്റേജസിലും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ബോഡി ബിൽഡിംഗ് ഷോ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അടിയും വഴക്കിലും കലാശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു ICN ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു WNBF ഷോയ്ക്കോ ഒരു ഇൻ്റർനാഷണൽ ഷോയ്ക്കോ ഏതെങ്കിലും രീതിയിൽ ഇത് കണക്ക് അടിയും വഴക്കും തല്ലിപ്പൊളിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ പകുതിയുള്ള ഷോസിനകത്തും അടിയും വഴക്കും തല്ലിപ്പൊളി ഇവിടെയുണ്ട്, ബാംഗ്ലൂരും ഉണ്ട്. ഇന്നാൾ ഞാൻ കണ്ട ഷോയ്ക്കകത്ത് അവർ ആ ഒരു സ്റ്റേജ് മൊത്തത്തിൽ നശിപ്പിച്ചു. അങ്ങനെയാണ്. എൻ്റെ അത്ലറ്റ് ജയിച്ചില്ലെങ്കിൽ അവർ ബാക്കി പരിപാടി നടത്തണ്ട എന്നുള്ള രീതിയിലുള്ള പ്രവണതയിലും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുക, അവരുടെ അത്ലറ്റ് ജയിച്ചു കഴിയുമ്പോൾ പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിനോട് ചെയ്യുന്ന ദ്രോഹം തന്നെ. ദിസ് ഈസ് എ സ്പോർട്ട്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫസ്റ്റ് വേണം. ഇതൊരു സ്പോർട്ടാണ്. ഇത് കാണുന്നവരായാലും
വന്ന് ചെയ്യുന്നവരായാലും നിങ്ങൾക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ആ ഫ്രണ്ട് ഇരിക്കുന്ന 3 പേരിലാണ് നിങ്ങൾക്ക് ആർക്ക് പ്രൈസിങ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ബയാസ്ഡ് ആയിട്ടുള്ള സൈഡ് പോകും. അവർ ബയാസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെയിലാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ഇടും. അത് നമുക്ക് ആരുടെയും കയ്യിലല്ല. പിന്നെ ജഡ്ജിൻ്റെ തീരുമാനമാണ് മാർക്ക് ആർക്ക് കൊടുക്കണം കൊടുക്കേണ്ട എന്നുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ തീർന്നു, അവിടെ തീർന്നു ആ കോമ്പറ്റീഷൻ. 15 മിനിറ്റത്തേക്ക് സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ആ 15 മിനിറ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ്ഫുൾ ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ള പിള്ളേരെടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ബോഡിയിലുണ്ടാവും. കാരണം അതങ്ങനെയാണ്. ദാറ്റ് ഡസൻറ്റ് വർക്ക് ദ സെയിം വേ. രണ്ടും കൂടി ഒരു സിലബസിൽ വെച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നാച്ചുറലി നിങ്ങളുടെ പീക്കിലേക്ക് എത്തിക്കാൻ ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ. നിങ്ങൾ ഈ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിലോട്ട് ഫിക്സ് ആവാതിരുന്നാൽ മതി. എനിക്ക് ഈ ഷോർട്ട് കട്ട്സ് എടുത്താലേ മാത്രമേ എൻ്റെ ബോഡി ഫിസിക് വലുതാവത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നാച്ചുറലുള്ള ബോഡീനെ പുഷ് പോലും ചെയ്യാതെ നിങ്ങൾ ആ ഒരു തീരുമാനത്തിലോട്ട് എത്തരുത്. എനിക്ക് അത്രേ പറയുള്ളൂ. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇവരെല്ലാം ഫേക്ക് നാറ്റീസാണ്, ഞാനും അടുത്ത വർഷം വന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വന്ന് സ്റ്റേജ് ചെയ്യാമല്ലോ എന്നൊരു മൈൻഡ് ആൾക്കാർക്കുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്വന്തം മനസാക്ഷി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്, എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്. ഞാനൊരു ഫാർമസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മെഡിസിനെക്കുറിച്ചും മെഡിസിൻ്റെ കോമ്പൗണ്ട്സിനെക്കുറിച്ചും അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കോമ്പൗണ്ട് എങ്ങനെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ജസ്റ്റ് നിങ്ങൾ പല കോമ്പൗണ്ട്സും ഉപയോഗിക്കുന്നതിൻ്റെ ശരിക്കുള്ള യൂസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുന്നു, അല്ല ഇതിനു വേണ്ടി മാത്രം ഇറക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഇത്. പകുതി സാധനങ്ങൾ അങ്ങനെ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതല്ല. സോ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്കിതൊക്കെ എടുത്തിട്ട് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കൂടെ നിന്ന് കൈയടിക്കുന്ന ആരും ഉണ്ടാകത്തില്ല. നിങ്ങൾ കരഞ്ഞൊരു റൂമിൽ ഇരിക്കുമ്പം ഈ കൈയടിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല. സ്വന്തം ലൈഫാണ്, അത് മനസ്സിലാക്കി വേണം ഇതിനകത്തോട്ടൊക്കെ പോകാനായിട്ട്. അപ്പം ഈ കൈയടിക്കുന്നവരാരും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ കൂടെ ഉണ്ടാകത്തില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് സ്റ്റേജിൽ കയറി പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് സ്റ്റേജ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ലൈഫുണ്ട്. ആ ലൈഫിൽ ഞാൻ ഹാപ്പിയാണോ, ഞാൻ ഹെൽത്തിയാണോ, എനിക്ക് ഇൻറ്റേർണലി എൻ്റെ ഓർഗൻസിനൊരു കുഴപ്പമില്ല, എനിക്ക് ഇൻറ്റേർണലി വേറെ അസുഖങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് എൻ്റെ നാച്ചുറൽ ഫിസിക്കിനെ ഒരു മാക്സിമം പീക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അത്രയും മാത്രം പറഞ്ഞാൽ മതി, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. സോ ഇതൊക്കെ കണ്ടപ്പോൾ, ഈ സോഷ്യൽ മീഡിയ സ്റ്റണ്ടിങ് മൊത്തം കണ്ടപ്പം ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കുക. വരാൻ പോകുന്ന ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ വലിയ തൊട്ടാ പൊട്ടുന്ന രീതിയിലുള്ള ബോംബുകളാണ്. നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. സോ മേക്ക് എ ഡിസിഷൻ വൈസ്ലി, അത്രേ പറയാനുള്ളൂ. പിന്നെ ഫെഡറേഷൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ നടത്തുമ്പം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ നിങ്ങൾ എത്ര കോമ്പറ്റീഷൻ നടത്തിയാലും നിങ്ങൾക്ക് നാച്ചുറൽ പ്രൊക്ലെയിം ചെയ്ത് അത്ലറ്റ്സിന് സ്റ്റേജ് ഇറക്കാൻ പറ്റത്തില്ല.